ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇത് എൻ്റെ വീട്ടിലെ ബുക്ക് ഷെൽഫാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ബുക്സ് എടുക്കാം. കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന എന്താണ് ബുക്കുകൾ. ഇപ്പോൾ ക്ലാസ് റൂമുകളിൽ നമ്മൾ ബുക്സ് പലതരത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ചെറിയ ക്ലാസ് റൂമുകളെങ്കിൽ സ്റ്റോറി ബുക്ക്, ചെറിയ ചെറിയ റൈംസ്, അതിൻ്റെ ബുക്കായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് എപ്പോഴാണോ റീഡിങ് എന്നൊരു സംഭവം തോന്നുന്നത് ആ സമയത്ത് അവർക്ക് എടുത്തിട്ട് വായിക്കാൻ വേണ്ടിയിട്ടാണ്, സെൽഫായിട്ട് എടുക്കാനും വായിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചു തരുന്നത് ബുക്സ് എങ്ങനെ എടുക്കണം, കുട്ടിയുടെ ഷെൽഫിൽ എങ്ങനെ വെക്കണം എന്നൊക്കെയുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കാണാം, ഇതിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള ബുക്സ് ഉണ്ട്. പല ബുക്സും പല കട്ടികളായിരിക്കാം അല്ലേ, ചില പേജസ് കൂടുതലുണ്ടാവും, കുറവുള്ളുണ്ടായിരിക്കാം. ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലൊരു ഷെൽഫ് എടുത്തിട്ടാണ് എനിക്ക് എക്സാമ്പിൾ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഒരു ബുക്ക് എടുക്കുമ്പോൾ ഇത് ഒരു ചെരിഞ്ഞ് കിടക്കുന്ന ടൈപ്പിലാണ് ഈ ബുക്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ചിലത് ഇങ്ങനെ കുത്തനായിരിക്കും, ഹൊറിസോണ്ടലുണ്ടാവും. പിന്നെ ചിലത് ഇങ്ങനെ ഈ രീതിയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനിന്ന് ഈ രീതിയിലാകുമ്പോൾ നമുക്ക് എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെടുക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ഒന്നാണ് ചൂസ് ചെയ്യുക, ഒരു ബുക്ക് ചൂസ് ചെയ്യാണ്. കണ്ടോ, ഇതിൽ നിന്ന് ഒരു സൈഡിൽ തട്ടിയിട്ട് കണ്ടോ ഇങ്ങനെയാണ് എടുത്തത്. ഇങ്ങനെ എടുക്കുമ്പോൾ അപ്പുറത്ത് വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിലത്തെ ബുക്സ് ചിലപ്പോൾ ഇതിനോടൊപ്പം വരും. അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ വിരലുകൾ കൊണ്ട് തള്ളിയിട്ട് ഇത് മാത്രമായിട്ട് എടുക്കാം. ഓക്കെ, ഇങ്ങനെ എടുക്കാൻ കഴിയും. അപ്പോൾ എടുക്കുന്ന കാണിച്ചാൽ കണ്ടോ, ഇപ്പോൾ ഒരു ബുക്സ് മാത്രം കിട്ടി. ഇതുപോലെ തന്നെ ബുക്സ് നമുക്ക് വെക്കണമെന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ കുട്ടികൾ എടുക്കുമ്പോൾ പല ബുക്സും ചിലപ്പോൾ ഒന്നാകെ വീഴാൻ സാധ്യത ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വീഴാതിരിക്കാൻ അതിനൊരു ഓർഡർ പഠിപ്പിക്കാനാണ് നമ്മൾ ഈ സിസ്റ്റം പഠിപ്പിക്കുന്നത്. ഇനി ഇത് ഒരു കൈ കൊണ്ടാണ്, ഇപ്പോൾ രണ്ട് കൈ കൊണ്ടും നമ്മൾ വലിയവരായ കാരണം നമുക്കൊരു കൈ മതി. പക്ഷെ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് രണ്ട് കൈൻ്റെ ഒരു സപ്പോർട്ട് വേണം. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ബുക്ക് ഏതാണെങ്കിൽ അതുമ്മ പ്രസ് ചെയ്യുക. എന്നിട്ട് അപ്പുറത്തുനിന്ന് മറ്റേ കൈ നമ്മൾ ഇരിക്കുന്നുണ്ടല്ലോ, ആ കൈ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെയും പിന്നെ അപ്പുറത്ത്, ചിലപ്പോൾ ഇതിൻ്റെ അടിയത്തായിരിക്കും വരിക, അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലത്തത് എന്ത് ചെയ്യാം, ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് അതേ ബുക്ക് കിട്ടും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല അപ്പുറത്തും ബുക്ക് വീഴാനുള്ള സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഇതൊക്കെയല്ലേ റിസ്ക്. ഒരു ബുക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം കൂടി തലക്ക് കീഴ്മേൽ മറിയും. അങ്ങനത്തെ റിസ്ക് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആക്ടിവിറ്റി കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്.